പത്തരമാറ്റിലാണെങ്കിൽ നയനയോട് മാപ്പ് പറയുന്ന നവ്യയെ നമുക്ക് കാണാനായിട്ട് കഴിയും, കാണാൻ സാധിക്കും. അങ്ങനെ നയനയും ആദർശും അനന്തപുരിയിലേക്ക് വന്നെത്തുകയാണ് പ്രേക്ഷകരെ. അതായത് മുത്തശ്ശൻ തന്നെ അവർ രണ്ടുപേരെയും കൈപിടിച്ച് അനന്തപുരിയിലേക്ക് തിരികെ കയറ്റുമ്പോൾ നമ്മുടെ ജാനകിയുടെയും ജലജയുടെയും അവന്തികയുടെയും മുഖത്ത് വളരെയധികം കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്നത് കാണാം. അവർ വിചാരിച്ചത് ആരും, അതായത് അവർ രണ്ടുപേരും ഒരിക്കലും അനന്തപുരിയിലേക്ക് കടന്നു വരില്ലെന്നാണ്. പക്ഷേ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഭി വരെ വലിയൊരു ചതി പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര വിജയം കാണുന്നില്ല. ഒടുവിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു പൂജയൊക്കെ നടത്തി മുത്തശ്ശൻ ആ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇനി അടുത്തതായി MD ആവാൻ വീണ്ടും ആദർശ് പോവുകയാണ് എന്ന് പറയുന്നു. ഇതേ സമയം ജാനകിയാണെങ്കിൽ എതിർക്കുന്നുണ്ട്. എൻ്റെ മകൻ ഈ സമയം നല്ല പ്രകടനമല്ലേ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ എന്തിനാണ് അവനെ മാറ്റുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ എൻ്റെ കമ്പനി എനിക്കിഷ്ടമുള്ളവരെ MD ആക്കും. അത് ചോദിക്കാനോ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനോ നിനക്ക് അവകാശമില്ല ജാനകി. മിണ്ടാതെ നീ പൊയ്ക്കോളാനായിട്ട് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ മോനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ഈ വിജയങ്ങളൊക്കെ എനിക്ക് നേടിത്തന്നത് ആദർശേട്ടനാണ്. ആദർശേട്ടൻ ബുദ്ധി ഉപദേശിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ സ്വപ്നമൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. കൂടാതെ തന്നെ എനിക്ക് MD കസേരയോട് അത്ര വലിയ താല്പര്യമോ മോഹമോ ഒന്നുമില്ല. MD കസേരയിൽ എനിക്ക് എൻ്റെ ഏട്ടനെ ഇരുത്താൻ തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടനോട് മുത്തശ്ശനോട് പലതവണയായി മാറി മാറി പറഞ്ഞതാണ് ഈ MD കസേരയിൽ നിന്നും MD സ്ഥാനത്ത് നിന്നും എന്നെ മാറ്റാനായിട്ട്. ഒടുവിൽ മുത്തശ്ശൻ എൻ്റെ പ്രാർത്ഥന കേട്ടുപോയി എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ ആദർശം പറയുന്നുണ്ട്, ഞാനും ആ മുത്തശ്ശനോടും അനിയോടും പറഞ്ഞതാണ് എനിക്കങ്ങനെ MD സ്ഥാനമൊന്നും ആവശ്യമില്ല, ഞാൻ കമ്പനിയിൽ ഒരു ബ്രാഞ്ച് നോക്കി ഇങ്ങനെ നിന്നോളാം, അനി തന്നെ MD ആക്കിക്കോട്ടെ എന്ന്. പക്ഷേ അനിയും ഇവരെല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ MD ആവാൻ പോകുന്നത്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. ഇനി അമ്മായിയെ വിഷമിപ്പിച്ച് ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ പറയമ്മേ, ആദർശേട്ടനോട് MD ആയിക്കോളാൻ പറയമ്മേ എന്ന് അനി പറയുന്നുണ്ട്. ഇതേ സമയം എന്തെങ്കിലും ആവട്ടെ എന്ന് ജാനകിയും പറയുമ്പോൾ ആദർശ് രാജകീയമായി MD ആകുന്നു. ഇവിടെ അടി കിട്ടുന്നത് അഭിക്കും അവന്തികയ്ക്കുമാണ്, അവരുടെ പദ്ധതികൾക്കുമാണ്. നാഗേന്ദ്രനാകെ നാണം കെട്ട് നാറിപ്പോകുന്നുണ്ടെന്ന് കാണാം. ഇവിടെയാണെങ്കിൽ നവ്യയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന നമ്മുടെ നയന നവ്യയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നവ്യയാണെങ്കിൽ നയനയോട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തെറ്റ് നിന്നോടും ആദർശേട്ടനോടും ചെയ്തിട്ടുണ്ട്, എന്നോട് അതിനെല്ലാത്തിനും ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാം. എന്താ ചേച്ചി, എന്താ പെട്ടെന്ന് ഇങ്ങനെ പറ്റിയത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എനിക്ക് നിങ്ങളെ ഇപ്പോൾ വിശ്വാസമായിരിക്കുന്നു. ഞാൻ അറിയാതെ ആദർശേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് നയനെ, നീ അതിനെല്ലാത്തിനും എന്നോട് ക്ഷമിക്കണമെന്ന് നവ്യ പറയുന്നു. അപ്പോഴാണെങ്കിൽ നയന പറയുന്നുണ്ട്, ചേച്ചിയെ ഞങ്ങൾ ആരും ഇതുവരെ വെറുത്തിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല. ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇതുവരെ ഞങ്ങളെല്ലാം സഹിച്ചത്, പുറത്തത്. ഇനി അത് ഉണ്ടാകില്ല എന്ന് പറയുന്നു. അപ്പോൾ നവ്യയും പറയുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടതെന്ന്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്